Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും KWA എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, പാർട്ട് 4. വെൽഡിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിമിലർ മെറ്റൽസും അല്ലെങ്കിൽ സിമിലർ മെറ്റൽസ് ആണ്, രണ്ട് സെയിം മെറ്റൽസ് ഓർ ഡിസിമിലർ മെറ്റൽസ്. സെയിം മെറ്റൽസിന്റെ എക്സാമ്പിൾ വന്നിട്ട് രണ്ട് അലുമിനിയം ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് കോപ്പർ ആയിരിക്കും. ഡിസിമിലർ മെറ്റൽസ് ഒന്ന് അലുമിനിയം ആയിരിക്കും, ഒന്ന് കോപ്പർ ആയിരിക്കും. ഇത് രണ്ടെണ്ണം വന്നിട്ട് ജോയിൻ ചെയ്ത് ഒരു പെർമനന്റ് ജോയിന്റ് ആക്കി മാറ്റും. ഓക്കെ, വെൽഡിംഗ് വഴി. വെൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വെൽഡിംഗ്, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ടങ്സ്റ്റൻ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അതിന് ഷോർട്ട് ഫോം ആണ് GMAW. പിന്നെ റെസിസ്റ്റൻസ് വെൽഡിംഗ്, സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ്, ടെർമിറ്റ് വെൽഡിംഗ്. Gas welding, it uses heat combustion of fuels such as acetylene, hydrogen, propane and butane. Combustion വേണ്ടിയുള്ള fuels such as acetylene, hydrogen, propane and butane ആണ് heat compression fuels ആയിട്ട് യൂസ് ചെയ്യുന്നത്. This heat fuses the metals to be joined. ഈ വരുന്ന ഹീറ്റ് രണ്ട് മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. സബ്സീക്വന്റ് സോൾഡിഫിക്കേഷൻ ഫോംസ് എ ജോയിൻ. ഈ ഒരു ഹീറ്റ് വന്നിട്ട് രണ്ട് മെറ്റൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം പിന്നീട് അവിടെ ഒരു സബ്സീക്വന്റ് സോൾഡിഫിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മോസ്റ്റ് യൂസ്ഡ് ഗ്യാസ് വെൽഡിംഗ് വന്നിട്ട് ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് ആണ്. സാധാരണ യൂസ് ചെയ്യുന്ന ഗ്യാസ് വെൽഡിംഗ് വന്നിട്ട് ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ്. അസറ്റ്ലീൻ സിലിണ്ടർ വന്നിട്ട് മെറൂൺ കളർ ആയിരിക്കും, പക്ഷെ അസറ്റ്ലീൻ ഗ്യാസ് വന്നിട്ട് റെഡ് കളർ ആണ്. ഓക്സിജൻ സിലിണ്ടർ വന്നിട്ട് ബ്ലാക്ക് കളറാണ്. ഓക്സിജന്റെ ഗ്യാസിന്റെ കളർ ബ്ലൂ ആണ്. ഇങ്ങനെയാണ് ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്നത്. ആ രണ്ട് സിലിണ്ടർ കണ്ടോ, ഒരു സിലിണ്ടർ വന്നിട്ട് അസറ്റ്ലീൻ്റെ സിലിണ്ടർ ആയിരിക്കും, ഒരു സിലിണ്ടർ വന്നിട്ട് ഓക്സിജൻ. അസറ്റ്ലീൻ്റെ സിലിണ്ടർ വന്നിട്ട് റെഡ് കളറാണ്, അല്ല മറൂൺ കളറാണ്. അതിന് വരുന്ന ഗ്യാസ് വന്നിട്ട് റെഡ് ആണ്. ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ്, പക്ഷെ അതിൽ നിന്ന് വരുന്ന ഗ്യാസിന്റെ കളർ ബ്ലൂ ആണ്. ഇതാണ് വന്നിട്ട് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈറ്റർ വന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് ഫ്ലെയിംസ്. ഗ്യാസ് വെൽഡിംഗ് ഫ്ലെയിംസ് വന്നിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് വന്ന് ന്യൂട്രൽ ഫ്ലെയിം, അടുത്തത് വന്നിട്ട് ഓക്സിഡൈസിങ് ഫ്ലെയിം, അടുത്തത് വന്നിട്ട് റെഡ്യൂസിങ് ഫ്ലെയിം. ഓക്കെ, ന്യൂട്രൽ ഫ്ലെയിമിൽ അസറ്റ്ലീനും ഓക്സിജനും വന്നിട്ട് ഈക്വൽ പ്രൊപ്പോർഷൻ ആയിരിക്കും. 1:1 പ്രൊപ്പോർഷൻ ആണ്. ടെമ്പറേച്ചർ വന്നിട്ട് 3200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. യൂസ്ഡ് ഫോർ വെൽഡിംഗ് മൈൽഡ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, കോപ്പർ ആൻഡ് അലുമിനിയം വന്നിട്ട് വെൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ന്യൂട്രൽ ഫ്ലെയിമിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ ഫ്ലെയിമിന്റെ വേറൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിഡൈസിങ് ഫ്ലെയിം വന്നിട്ട് എക്സസ് ഓക്സിജൻ ഇൻ ഇറ്റ്. ഓക്കെ, ഇറ്റ് ഹാസ് എക്സസ് ഓക്സിജൻ ഇൻ ഇറ്റ്. ഇതിൽ വന്നിട്ട് ഓക്സിജൻ ഒന്നും കൂടുതലായിരിക്കും, അസറ്റ്ലീൻ കുറവായിരിക്കും. ഓക്കെ, സോ അല്ല അസറ്റ്ലീൻ അതേ പ്രൊപ്പോർഷൻ തന്നെ ആയിരിക്കും, ഓക്സിജൻ ഒന്നും കൂടുതലായിരിക്കും. ഓക്സിജൻ ഈസ് ടു അസറ്റ്ലൈൻ്റെ പ്രൊപ്പോർഷൻ വന്നിട്ട് 1.2:1 ആണ്. ടെമ്പറേച്ചർ വന്നിട്ട് 3482 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വെൽഡിംഗ് ഓഫ് ബ്രാസിന് വേണ്ടിയാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം ചെയ്യുന്നത്. ഇതാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം. പക്ഷെ റെഡ്യൂസിങ് ഫ്ലെയിമിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. സോ അതിൻ്റെ പ്രൊപ്പോർഷൻ O:A പ്രൊപ്പോർഷൻ വന്നിട്ട് 0.8:1. ടെമ്പറേച്ചർ വന്നിട്ട് 3038 ഡിഗ്രി സെൽഷ്യസ് ആണ്. യൂസ്ഡ് ഫോർ കാർബറൈസിങ് പർപ്പസസ്. ഓക്കെ,
shielded metal arc welding, SMAW. Okay. This technique, an arc is set up between workpiece and electrode. Electrode-ന്റെയും workpiece-ന്റെയും ഇടയ്ക്ക് ഒരു ആർക്ക് എന്നിട്ട് സെറ്റ് ആകും. ഓക്കെ. The intense heat produced due to the arc fuses and created a shield which protects the fused metal, thereby preventing it from oxidation. Okay. നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വന്നിട്ട് ഹീറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്, ആർക്കിന്ന് വരുന്ന ഹീറ്റിൽ അത് ആ രണ്ട് മെറ്റൽ ഫ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ. അത് മാത്രമല്ല രണ്ട് മെറ്റലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും. എന്നിട്ട് ഇത് വന്നിട്ട് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ഉപകാരപ്രദമാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസ് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകും. നമ്മുടെ എക്സാമ്പിൾ ഒന്ന് കൊറോഷൻ, നമ്മുടെ അയൺ ഇല്ലേ, അത് വന്നിട്ട് തുരുമ്പ് പിടിക്കുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഷീൽഡഡ് മെറ്റൽ ആർക്കിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് ചെയ്യുന്നത്. 4 സ്ഥലത്ത് ആ മെറ്റലിൻ്റെ 4 സ്ഥലത്ത് വന്നിട്ട് വെൽഡിങ് കൊടുത്തിട്ട് അവിടെ ചുരണ്ടി എടുക്കും, ക്ലീൻ ചെയ്യും. അടുത്തത് വന്നിട്ട് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, SAW. In this, molten metal is completely submerged under a blanket of flux. ഫ്ലക്സിൻ്റെ അടിയിലായിരിക്കും സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് വരുന്നത്. അതിന് പേര് തന്നെയുണ്ട്. നമ്മൾ സബ്മേർജ്ഡ് പഠിക്കുമ്പോൾ തന്നെ, മീൻസ് സോയിൽ മെക്കാനിക്സ് സബ്മേർജ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ ഉള്ള സോയിലാണ് സബ്മേർജ്ഡ് സോയിൽ. ഓക്കെ. സോ അതുപോലെ തന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിലല്ല, ഇത് വന്നിട്ട് ഫ്ലക്സിൻ്റെ അടിയിലാണ് സബ്മേർജ്ഡ് ആവുന്നത്. ഓക്കെ. ഇൻ ദിസ് ദ ഇലക്ട്രോഡ് ഈസ് നോട്ട് കോട്ടഡ് വിത്ത് ഫ്ലക്സ്. മറ്റേതിലെല്ലാം ഫ്ലക്സ് വെച്ച് കോട്ടഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇതിലും വന്നിട്ട് ഫ്ലക്സ് വെച്ച് കോട്ടഡ് ആയിരിക്കത്തില്ല. ഇലക്ട്രോഡ് ഈസ് ഫെൽഡ് റോൾ സോ ആസ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ആർക്ക് ലെങ്ത്. ഓക്കെ. ഇലക്ട്രോഡ് വന്നിട്ട് കറക്റ്റായിട്ട് ആ ജോയിൻറ്റിൽ കൂടെ മൂവ് ചെയ്തിട്ട് അത് വന്ന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആർക്ക് ലെങ്ത് കൊടുക്കും. ഓക്കെ. ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. ഇതിൽ വന്നിട്ട് ഒരുപാട് പൊല്യൂഷൻസ് വരാനുള്ള ചാൻസ് കുറവാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ. ഇത് അതിൻ്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം അതിൽ ഫ്ലക്സ് കൊടുക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും വെൽഡിങ് പ്രോസസ്സ് നടക്കുന്നത്. എന്നിട്ട് വെൽഡിങ് പ്രോസസ്സ് നടത്തിയിട്ട് തിരിച്ചു വന്ന ഫ്ലക്സ് അത് വലിച്ചെടുക്കും. ഇതിൽ ഒരുപാട് എനർജി ആവശ്യമില്ല, കുറച്ച് എനർജി മതി. പിന്നെ ഇത് വന്നിട്ട് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തുമില്ല സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ. ഇങ്ങനെയാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് ചെയ്യുന്നത്. ഇത്രയും കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നു. എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, TIG. ഇറ്റ് ഈസ് എ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് മെത്തേഡ്. ഇത് വന്നിട്ട് ഒരുപാട് കൺസ്യൂം ആവത്തില്ല, മീൻസ് ഒരുപാട് വേസ്റ്റേജ് വരത്തില്ല. ഓക്കെ. ടങ്സ്റ്റൺ റോഡാണ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഷീൽഡിങ് ഗ്യാസ് വന്നിട്ട് ആർഗോൺ, നൈട്രജൻ ഒക്കെ ആയിരിക്കും ഷീൽഡിങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഷീൽഡിങ് ഗ്ലാസ് വന്നിട്ട് വെൽഡ് പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ കാർബൺ ആൻഡ് അലോയ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം അലോയ്സ്, കോപ്പർ അലോയ്സ് എല്ലാം വെൽഡ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ് യൂസ് ചെയ്തിട്ടാണ്. ഇത് മെയിൻലി വന്നിട്ട് വെൽഡിംഗ് പ്ലേറ്റ്സ് അപ് ടു 6 mm തിക്നെസ് വരെ വെൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും.
ഇതാണ് ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങിന്റെ ഒരു പിക്ചർ. ഇത് ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസ് വെൽഡിങ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു ജിഫാണ്. ഒന്നും കൂടി കാണിച്ചു തരാം. മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് MIG or gas metal arc welding GMAW. In this, continuously fed electrode is used with no flux coating. Okay, continuous ആയിട്ട് electrode വന്നിട്ട് ഫെഡ് ചെയ്യും. ഇതിൽ വന്നിട്ട് ഫ്ലക്സ് കോട്ടിംഗ് ഇല്ല. ഇനർട്ട് ഗ്യാസ് എന്തൊക്കെയായിരിക്കും? ആർഗൺ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ഗ്യാസ് ഷീൽഡ് ആയിട്ട് യൂസ് ചെയ്യും. ഇൻ ഡയറക്റ്റ് പോളാരിറ്റി electrode is negative and workpiece is positive. ഡയറക്റ്റ് സ്ട്രേറ്റ് പോളാരിറ്റി വെച്ച് ഇലക്ട്രോഡ് വന്നിട്ട് നെഗറ്റീവ് ആയിരിക്കും, വർക്ക് പീസ് വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, the connections are just opposite. DCRP gives deeper penetration. ഇത് അതിന്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. വർക്ക് പീസ് വന്നിട്ട് നെഗറ്റീവ്, ഇലക്ട്രോഡ് വന്നിട്ട് പോസിറ്റീവ്. ഇതിലൊരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അതിന്റെ ഒരു വേറൊരു ജിഫാണ്. അടുത്തത് വന്നിട്ട് റെസിസ്റ്റൻസ് ആർക്ക് വെൽഡിംഗ്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ടു ഇലക്ട്രിക് ആർക്ക്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്തില്ല, അതിൻ്റെ റെസിസ്റ്റൻസ് വന്നിട്ട് ഇലക്ട്രിക് ആർക്കാക്കും. ഓക്കെ, റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് അത് ഇലക്ട്രിക് കറണ്ട് ആക്കി മാറ്റിയിട്ട് പിന്നെ അത് വന്നിട്ട് ഹീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ആ മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യും. ഓക്കെ, ഇതിൽ വന്ന് ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്തില്ല. പിന്നെ നമുക്ക് വന്നിട്ട് ഹീറ്റ് വന്നിട്ട് എങ്ങനെ വരുന്നത്? ഐദർ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഹീറ്റ് ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓർ പ്രഷർ. നമുക്ക് ഹീറ്റ് വന്നിട്ട് ഹീറ്റിന് എന്ത് വെച്ച് യൂസ് ചെയ്യാം? റെസിസ്റ്റൻസോ പ്രഷർ വെച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇലക്ട്രിക് കറണ്ട് വന്നിട്ട് 3000 to 10,000 ആംപിയർ വരെ കടത്തിവിടാൻ ചാൻസ് ഇതിൽ പറ്റും. ഇതാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ഒരു ജിഫ് കാണിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് സ്പോട്ട് വെൽഡിങ്. സ്പോട്ട് വെൽഡിങ് എങ്ങനെയാണ്? സെയിം തന്നെയാണ്, റെസിസ്റ്റൻസ് വെൽഡിങ് പോലെ തന്നെയാണ് സ്പോട്ട് വെൽഡിങ്. നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്ന ജിഫ് വന്നിട്ട് റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ് ആണ്. യൂസ്ഡ് ഫോർ പ്ലേറ്റ്സ് ഓഫ് തിക്നെസ് 3 mm തിക്നെസ് ഉള്ള പ്ലേറ്റ്സ് വന്നിട്ട് വെൽഡ് ചെയ്യാനായിട്ട് സ്പോട്ട് വെൽഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. It is also a resistance welding. The process in which resistance offered by the air between two plates. രണ്ട് പ്ലേറ്റ്സിന്റെ ഇടയിൽ ഇടയിൽ വരുന്ന റെസിസ്റ്റൻസ് വന്നിട്ട് അതിൽ എയറിന്റെ റെസിസ്റ്റൻസ് വരും. ഓക്കെ, എന്നിട്ടാണ് ഹൈ ഹീറ്റ് കാരണം രണ്ട് മെറ്റൽസ് ഫ്യൂസ് ചെയ്തിട്ട് അത് രണ്ടെണ്ണം ജോയിൻ ആകുന്നത്. ഓക്കെ, ഇതിൽ വന്നിട്ട് ഹീറ്റ് വന്നിട്ട് ഒരു
950°C ആയിരിക്കും. ഇതാണ് സ്പോട്ട് വെൽഡിങ്ങിന്റെ ഒരു പിക്ചർ. ഇങ്ങനെയാണ് സ്പോട്ട് വെൽഡിങ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് സീം വെൽഡിംഗ് ആണ്. ഇത് വന്ന് സ്പോട്ട് വെൽഡിങ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ വന്നിട്ട് റോളേഴ്സ് ആയിരിക്കും പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. 2 റോളേഴ്സ്, അതാണ് സീം വെൽഡിങ്. ഇങ്ങനെയാണ് സീം വെൽഡ് ചെയ്യുന്നത്. Ultrasonic welding. It makes use of high energy ultrasonic sound waves to weld pieces held under high pressure. Okay. 2 മെറ്റൽ പീസ് വന്നിട്ട് ഹൈ പ്രഷറിൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ദ കമ്പൈൻഡ് എഫക്ട് ഓഫ് ഹീറ്റ് എനർജി ആൻഡ് പ്രഷർ കോസസ് ലോക്കൽ മൂവ്മെന്റ് ഓഫ് മെറ്റൽ മോളിക്യൂൾസ്. ഓക്കെ, കമ്പൈൻഡ് എഫക്റ്റ് എന്തിൻ്റെയൊക്കെ ആയിരിക്കും? ഹീറ്റ് എനർജി വേവ്സിൻ്റെയും പ്രഷറിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് കാരണം ലോക്കലൈസ്ഡ് മൂവ്മെന്റ് ഓഫ് മെറ്റൽ മോളിക്യൂൾസ് ഉണ്ടാകും. ഓക്കെ, എന്നിട്ട് ഒരു ജോയിന്റ് അതിൻ്റെ ഇടയിൽ 2 മെറ്റലിൻ്റെയും ഇടയിൽ ക്രിയേറ്റ് ആവും. ഇതാണ് അൾട്രാസോണിക് വെൽഡിങ്. ഇതിൻ്റെ അതിൻ്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് ടെർമിറ്റ് വെൽഡിങ്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് ഇൻറ്റൻസ് ഹീറ്റ് ക്രിയേറ്റഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ഓക്സൈഡ് ആൻഡ് അലുമിനിയം വിത്ത് ഓർ വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. ഇത് വന്നിട്ട് നല്ല ഇൻറ്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ്? കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ഓക്സൈഡും അലുമിനിയത്തിൻ്റെയും കെമിക്കൽ റിയാക്ഷൻ കൊണ്ടായിരിക്കും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു കാസ്റ്റിംഗ് വന്നിട്ട് ഒരു പാർട്ട് വന്നിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, മോൾഡ് ഫസ്റ്റ് ഇതിൽ വന്ന് മോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പാർട്ടിൽ 2 ജോയിൻ ചെയ്യും. എന്നിട്ട് ഇതിൽ വന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്യും. ഈ ഒരു മെറ്റൽസ് പ്രീ ഹീറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിൽ ചാർജ് ഫിൽ ചെയ്യും. ഓക്കെ, ചാർജ് വന്നിട്ട് പിന്നീട് നമുക്ക് വയ്ക്കത്തില്ല. പിന്നെ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് വെളിയിലോട്ട് വിടുന്ന പ്രോസസ്സാണ്. ഓക്കെ, അത് കാരണം തന്നെ ഇത് വന്ന് മെറ്റൽസ് ഫ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതാണ് ടെർമിറ്റ് വെൽഡിങ്. ടെർമിറ്റ് വെൽഡിങ് 2 റെയിൽസ് ജോയിൻ ചെയ്യാനാണ് ടെർമിറ്റ് വെൽഡിങ് ചെയ്യുന്നത്. ഇത് ടെർമിറ്റ് വെൽഡിങ്ങിന്റെ മോൾഡാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ജസ്റ്റ് മോൾഡ് പ്ലേസ് ചെയ്തിട്ട് അതിൽ പ്രീ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത സ്ലൈഡിൽ എങ്ങനെയാണ് വെൽഡ് വന്നിട്ട് ഫിൽ ചെയ്യുന്നതെന്ന് കാണാം. ഇതാണ് പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്. അലുമിനിയം, സ്റ്റീല്, അയൺ ഓക്സൈഡ്, പിന്നെ വന്നിട്ട് അലോയ്. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വെൽഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് മോൾഡിലോട്ട് ഒഴിക്കും.
ഓക്കെ, ഇത്രയുള്ള ഈ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് തന്നെ ബ്രേസിങ്, ഷോൾഡറിങ് നോക്കാം. പിന്നെ മെറ്റലർജി, പവർ മെറ്റലർജി നോക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.